അപ്പൊ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മുടെ മുത്തശ്ശിയും നമ്മുടെയൊക്കെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ആദ്യമായിട്ടല്ലേ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. കാപ്പി എന്തിനായിരുന്നു അമ്മൂമ്മ? ഞാൻ കാപ്പി കുടിച്ചില്ല. കാപ്പി എന്തിനായിരുന്നു? ദോശ. ഞാൻ കാപ്പി കുടിച്ചിട്ടില്ല. അപ്പോൾ ഉച്ചത്തേക്കുള്ള തോരൻ, ചോറൊക്കെ അമ്മ വെച്ചിട്ട് ജോലിക്ക് പോയി. ക്യാരറ്റ് തോരൻ ഇന്ന് പിടിച്ചോ. അപ്പൊ എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ അവരടുത്ത് പറഞ്ഞോ. ഇത്രയും വേണോ തോരത്തിന്? മാറി മാറി എണ്ണത് കയ്യിടല്ലേ, കയ്യെടുത്തോ, കയ്യോട് വേണം എല്ലാം. വലിയ വിശേഷമൊന്നുമില്ല, ചുമ്മാ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ ഡേ ഇൻ മൈ ലൈഫായിട്ട്. അപ്പോൾ വീട് കാണുമ്പോൾ അറിയാം ഞാൻ വീഡിയോ എടുത്ത വീടല്ല, ഇപ്പം അമ്മൂമ്മയുള്ള വീടാണ്. അപ്പോൾ ഇത് സ്വന്തം വീടൊന്നുമല്ല, വാടകയ്ക്കുള്ള വീടാണ്. സ്വന്തമായിട്ട് വീടൊക്കെ മേടിക്കണം, സ്വന്തമായിട്ട് പെരേടൊക്കെ മേടിച്ച് വീടൊക്കെ ഒന്നേന്ന് വെക്കണം. ആ ഒരൊക്കെ അവസ്ഥയിലാണ്. അപ്പോൾ കുറേ പേര് ഞാൻ ഫോട്ടോയൊക്കെ എടുത്തപ്പോൾ പറഞ്ഞു, ചേച്ചി ബാക്ക്ഗ്രൗണ്ട് കൊള്ളൂല, ആ വീട്ടിൽ അത്ര സ്ഥലം ഉള്ളടാ. അപ്പോൾ എനിക്ക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അത്ര സ്ഥലവും ഇല്ല. അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ഥലത്തു നിന്നൊക്കെ ഞാൻ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് ചെയ്യുന്ന വീഡിയോയിലൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ലതാണ്. ഇവിടെ ഇച്ചിരി സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് എടുക്കുമ്പോൾ എനിക്ക് നല്ല വൃത്തിക്കൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെന്താ വിശേഷം? പിന്നെ അമ്മ ജോലിക്ക് പോയി, അമ്മ ഇപ്പം ഇല്ല കൂടെ. ഇതെൻ്റെ ചക്കു. അമ്മ ജോലിക്ക് പോയി, അമ്മ ഇല്ല ഇപ്പം ഇവിടെ. അമ്മയ്ക്കും ചെറിയ ഹെൽത്തിനൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. തീരെ വയ്യാണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ കരളിന് ചെറിയ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ നോക്കണം. അമ്മയ്ക്കും ആരും ഇല്ലല്ലോ, അച്ഛനും പോയില്ലേ. അപ്പോൾ ഇവരെയൊക്കെ നോക്കണ്ടേ എനിക്ക്. പാവം. അപ്പം യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നും കിട്ടി തുടങ്ങിയില്ല കേട്ടോ. അപ്പോൾ കുറേ പേര് പറഞ്ഞു യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങാറൊക്കെ ആയില്ലേ, ഇനി സ്വന്തമായിട്ട് മിഷനൊന്നും വാങ്ങിച്ചുകൂടെ. കാരണം എൻ്റെ അഡ്രസ്സ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം സ്വന്തമായിട്ട് വീടില്ലാത്തത് കൊണ്ട് ആധാറിൽ ഒരു പഴയ അഡ്രസ്സാണ് വെച്ചിരുന്നത്. കുഞ്ഞുനാളിലൊക്കെ ആധാറൊക്കെ എടുത്ത സമയത്ത് അപ്പോഴെന്തോ അവിടെ താമസിച്ചപ്പോൾ ഒരു അഡ്രസ്സൊക്കെയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അഡ്രസ്സൊക്കെ കുറച്ച് പ്രശ്നങ്ങളായതുകൊണ്ട് ഈ അഡ്രസ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് ഡിലേ ആയിട്ടിരിക്കുകയാണ്. അതൊക്കെ എനിക്ക് ക്ലിയർ ആക്കാനുള്ള സമയം കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ അതൊക്കെ ക്ലിയർ ആക്കേണ്ടതുണ്ട്. അതൊക്കെ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ കുറച്ച് എമൗണ്ടൊക്കെ കിട്ടുമായിരിക്കും. അപ്പം ഇവരെ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നോക്കി തുടങ്ങണം. അമ്മൂമ്മയ്ക്ക് കാഴ്ചയ്ക്ക് ഇപ്പിച്ചിട്ട് പ്രശ്നമുണ്ട് കേട്ടോ, ഈ വലത് കണ്ണ്. അപ്പോൾ അതിൽ വെള്ള തിമിരം ഉണ്ടല്ലോ, അങ്ങനെ എന്തോ ഒരു സംഭവം, തിമിരം. അങ്ങനെ അതിന് ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ പോണ വീഡിയോ കാണിച്ചില്ലേ, അപ്പോൾ കാണിച്ചു. അപ്പോൾ 2 മാസത്തെ മരുന്ന് ഒഴിച്ചു തന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എൻ്റെ പേര് അമ്മു എന്നാണ് കേട്ടോ. ഞാൻ അമ്മുമ്മയുടെ പേര് ചുരുക്കി അമ്മു കൊച്ചുമോളെന്നുള്ള ഇത് അങ്ങനെ ആക്കിയതാണ്. എൻ്റെ പേര് അമ്മു എന്നല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ എന്നെ വിളിക്കുന്ന കൃഷ്ണ എന്നാണ്. എൻ്റെ ഫുൾ നെയിം കൃഷ്ണപ്രിയ എന്നാണ്. ഭയങ്കര ഇഷ്ടമുള്ളവരൊക്കെ കൃഷ്ണയെന്ന് വിളിക്കും, വീട്ടിലൊക്കെ പ്രിയെന്ന് വിളിക്കും. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ, കൃഷ്ണയെന്നോ പ്രിയെന്നോ അങ്ങനെ ഏതെങ്കിലും വിളിച്ചാൽ മതി. എൻ്റെ പേര് അമ്മു എന്നല്ല കേട്ടോ. അമ്മു എന്ന് ഞാൻ അമ്മുമ്മയുടെ പേരും കൂടെ ചേർത്ത യൂട്യൂബിൽ ഇട്ടത്. അപ്പോൾ അമ്മൂസ് കൊച്ചുമോൾ ഞാൻ തന്നെ. അമ്മുമ്മയുടെ പേരിൻ്റെതാണ് അമ്മു എന്ന് കേട്ടോ. അപ്പോൾ എൻ്റെ പേര് അമ്മു എന്നല്ല. കുറേ പേര് എന്നെ അമ്മു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അമ്മു എന്നല്ല. ഇതാരാന്ന് ചോദിച്ചാൽ അനിയത്തിയാണോ എന്ന് ചോദിച്ചാൽ അനിയത്തി അല്ല കേട്ടോ, ഇതെൻ്റെ മോളാണ്. മോളെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ പേര് ചോദിച്ച് ഇത് പഠിച്ചിട്ടുണ്ടോ, സ്റ്റിച്ചിങ് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ പഠിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, നമ്മൾ +2 കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ഒരു കോഴ്സ് പഠിക്കണം. കോളേജിലൊന്നും പോയില്ല. +2 കഴിഞ്ഞ് എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഫാഷൻ ഡിസൈനിങ്. അങ്ങനെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാനൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കാണ് ലവ് ട്രാക്കിലോട്ടൊക്കെ പോയി. അപ്പോൾ നേരത്തെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിലുണ്ടായ ഒരു കൺമണിയാണിത്. അതല്ല, അനിയത്തിയല്ല. അപ്പോൾ നേരത്തെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ തുടങ്ങി ഈ ഫാഷൻ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല.
സങ്കടമൊന്നുമില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ 0 ആയിട്ട് നിൽക്കുകയാണ്. കാരണം ഇപ്പം ചോദിക്കും കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണോ ഇപ്പം വീണ്ടും ഇപ്പോഴും ഇങ്ങനെ ദാരിദ്ര്യമൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുക്കുന്നതെന്ന് ചോദിക്കും. പക്ഷെ അല്ല, ഞാനൊന്നും ആയില്ല. ഇപ്പോഴും ഞാൻ 0 ആണ്. ഞാൻ ബിഗ് 0 ആയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പഠിച്ചതോ പഠിക്കാൻ ശ്രമിച്ചതോ ആയ കാര്യങ്ങളൊന്നും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അതിൻ്റെ കുറേ വിഷമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ശരിയാക്കണം എനിക്ക്. കാരണം ഇവളെ കാര്യങ്ങളൊക്കെ നോക്കി, ഇവളെ കാര്യം ഞാൻ നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് അറിഞ്ഞൂടെ, എൻ്റെ അമ്മേനെ ഇവളെ നോക്കിയത് മൊത്തവും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് വിശേഷമൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. കാരണം നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ ചിരിച്ച് തന്നെ എല്ലാവരുടെ മുമ്പിൽ നിൽക്കണമെന്നാണ്. അപ്പോൾ അതേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ചോറ് കഴിക്കാൻ സമയമായപ്പോൾ ചോറിന് തലേന്നത്തെ മീൻ കൂട്ടാനും പിന്നെ ഒരു കഷ്ണം മീൻ പൊരിച്ചതും പിന്നെ ഞാൻ വെച്ച ക്യാരറ്റ് തോരൻ ഉണ്ടായിരുന്നു, മാങ്ങ അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനും അമ്മൂമ്മ എല്ലാവരും കൂടെ കൂട്ടി തിന്നു. അപ്പോൾ അമ്മ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ വരും കേട്ടോ. അപ്പോൾ നേരത്തെ വരും. അമ്മ ഒരു വീട്ടിൽ ജോലിക്കാണ് നിൽക്കുന്നത്. അപ്പോൾ അമ്മ വരുമ്പോൾ വല്ല തിന്നാനൊക്കെ മാറ്റിക്കൊണ്ട് വരും. അത് നോക്കിയിരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ പോസ്റ്റ് ചെയ്യണതാണ് കേട്ടോ വീഡിയോ. നേരത്തെ കുറച്ച് മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് ഒരു മ്യൂസിക്കായിരുന്നു കേട്ടോ ആഡ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്കത് കോപ്പി റൈറ്റ് കിട്ടി. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്ന് വോയിസ് ഓവർ കൊടുത്ത് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ചുമ്മാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോറടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മ്യൂസിക് കൂടെ കൊടുത്തത്. പക്ഷേ അതിന് കോപ്പി റൈറ്റ് കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ട് ഒന്നേന്ന് പോസ്റ്റ് ചെയ്യണതാണ്. പിന്നെ വീട്ടിൽ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അമ്മ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് തുണിയൊക്കെ മുക്കി വെച്ചിട്ട് പോകും. വന്നിട്ട് കഴുകാമല്ലോ എന്ന് വിചാരിച്ചു. പാവം വരുന്നവരെ ഇനി അതങ്ങനെ കിടക്കണ്ടേന്ന് വിചാരിച്ച് ഞാൻ പിന്നെ കഴുകിയൊക്കെ ഇട്ടു. ഇപ്പം ഹെൽത്തിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇനി അമ്മയെ കൂടെ നഷ്ടപ്പെടുന്നത് എനിക്ക് ചിന്തിക്കാൻ കൂടെ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് എന്ത് ട്രീറ്റ്മെൻറ്റും ചെയ്ത് അമ്മയുടെ അസുഖം കൂടെ മാറ്റണമെന്നുണ്ട്. അപ്പോൾ അത് ദൈവം സഹായിച്ച് നടക്കണം. നോക്കിയാലേ പറ്റുള്ളൂ അവരെയൊക്കെ. പിന്നെ അമ്മൂമ്മ ഇങ്ങനെ ഇറുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമാണ്. പഞ്ഞിക്കട്ട പോലെ ഇരിക്കും. എനിക്ക് നല്ല ഇഷ്ടമാണ് അമ്മൂമ്മ അങ്ങനെ ഇറുക്കാൻ വേണ്ടി. വേർത്ത് കുളിച്ച് അമ്മ ബട്ടർ പെന്ന് കൊണ്ടുവന്നു. ബട്ടർ ഹായ് ഹായ് പറഞ്ഞേ. എന്തൊരു പെൺപടേ. ആൺതരി ആരും ഇല്ലേ ഇവിടെ? ഞാൻ കറുത്ത കണ്ട ഇവിടെ ഇതൊക്കെ ഉണ്ടോ? ഇതൊരു ദോഷമല്ല. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മളെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ. പിന്നെ ചായ കുടിക്കുന്ന സമയമൊക്കെ ആയി. അപ്പോൾ ചായയൊക്കെ ഇട്ട് ഞാൻ തന്നെയാണ് ചായയൊക്കെ ഇട്ടത്. പിന്നെ അമ്മ കൊണ്ടുവന്ന ബട്ടർ ബന്നും 2 വാങ്ങിച്ചുകൊണ്ടുവന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ലൊരും കൂടെ ആയിട്ട് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ദിവസം. ഇത്രയൊന്നും അല്ല, എൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ എല്ലാം കൂടെ കണ്ടാൽ ബോറടിക്കത്തില്ലേ. അപ്പോൾ ഇത് നമ്മളെ വീട്ടിലിടയ്ക്കിടയ്ക്ക് കയറി വരാനുള്ള ഗസ്റ്റാണ് കേട്ടോ. ഇപ്പം പേടിയൊന്നുമില്ല. ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം പേടിയൊന്നുമില്ല, ഞങ്ങളുടെ അടുത്തൊക്കെ വന്നിരിക്കും. അപ്പോൾ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ. ലവ് യു ഉമ്മ.